വിത്തുകളും അത് നടാനുള്ള നല്ല വളക്കൂറുള്ള മണ്ണും ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിത്തുകൾ മുളപ്പിക്കുക എന്നുള്ളതാണ്. വിത്ത് മുളപ്പിക്കാനായി ഇന്ന് പൊതുവെ കണ്ടുവരുന്നത്, നമ്മൾ കടയിൽ പോയാൽ നമുക്ക് ട്രേ കിട്ടും, പ്ലാസ്റ്റിക് ട്രേ. ഒരു 10, 30, 50 കുഴികളുള്ള ട്രേ. ഈ ട്രേയിൽ നമ്മൾ മണ്ണ് അതുപോലുള്ള വസ്തുക്കൾ നിറച്ച് അതിൽ വിത്ത് നടുന്നൊരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്കതിനേക്കാളും വളരെ നാടൻ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവില്ലാതെ നമുക്ക് വിത്തുകൾ നട്ട് മുളപ്പിക്കാൻ സാധിക്കും. അതിന് ഞാനിവിടെ ചെയ്യുന്നത്, നല്ല വിത്തുകൾ കിട്ടി ആ വിത്തിന് ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് തടിയുടെ പൊടി അറക്കാപ്പൊടി വാങ്ങിക്കുന്നു. അപ്പോൾ ഈ പൊടി ഞാൻ ഇവിടെയുള്ള ഒരു ചിരട്ടയിലോ അതല്ലെങ്കിൽ കപ്പിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിൽ ഇത് നിറച്ചിട്ട് വിത്ത് അതിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ കണക്കല്ല. വിത്തിന് വളരാൻ വേണ്ടിയുള്ള എല്ലാ പോഷകങ്ങളും ആ വിത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വിത്ത് പുറത്തു നിന്നും ഒരു വളങ്ങളുടെ ആവശ്യം വരുന്നില്ല മുളയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെറും ഒരു തുണിയിൽ കുറച്ച് വിത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മുക്കി മൂടി വയ്ക്കുകയാണെങ്കിലും വിത്ത് മുളച്ചു വന്നോളും. ചെടിയെപ്പോലെയല്ല, ചെടിക്ക് വളങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കാം. അതിനു മുമ്പായി ഇത് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, ഒരു വെണ്ടയാണ്. ഞാനിത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളമായി. ഇതിനി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇത് നല്ല ഉണങ്ങി ഇതിൽ നമുക്ക് വിത്തായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതും ഒരു വെണ്ടയാണ്. ഇതല്ലെങ്കിൽ പയർ നിൽപ്പുണ്ട്. ഈ പയർ നിങ്ങൾ അതേ രീതിയിൽ അവിടെ വിട്ടിരുന്നാൽ അത് നല്ല ഉണങ്ങി നല്ല വിത്തിനുള്ള പരുവായിട്ട് മാറുമ്പോൾ നമുക്കത് വിത്തായിട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇതിനാവശ്യമുള്ളത് നല്ല വിത്തിനങ്ങളാണ്, നല്ല വിത്ത്. ഇത് ഡിവൈൻ എന്ന ഒരു കർഷകൻ എനിക്ക് തന്ന കുറച്ച് ലോല പയറിൻ്റെ വിത്തുകളാണ്. ഇത് കുറച്ച് നമ്മളെ അറക്കാപ്പൊടി വാങ്ങിയതാണ്, കോഴിക്ക് ഇടാനായിട്ട് വാങ്ങിയതാണെങ്കിലും ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു കുറച്ച്. പിന്നീട് നമുക്ക് കപ്പ് ഉപയോഗിക്കാം വിത്ത് നടാനായിട്ട്. കപ്പിൽ കുറച്ച് അറക്കാപ്പൊടി നിറയ്ക്കുക. അതല്ലെങ്കിൽ അത് വാങ്ങേണ്ട എക്സ്പെൻസ് ഇല്ല, നമുക്കതിനേക്കാൾ ഒരു ചിരട്ട എടുത്തു കഴിഞ്ഞാൽ അതിൽ നടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വെറും അറക്കാപ്പൊടി ഇതിലോട്ട് നിറയ്ക്കുക. വേറെ ഒരു പ്രക്രിയയുമില്ല, ഒരു വളങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിറച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇതിലുള്ള വിത്തുകൾ 1, 2, 3 അതിലോട്ട് ഇട്ടുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് അറക്കാപ്പൊടി ഇടുക. അതിൻ്റെ ഒന്ന് അമക്കി നമ്മൾ അധികം വെയിൽ കിട്ടാത്ത എന്നാൽ അതിനാവശ്യമുള്ള ഒരു വെയിലും വെള്ളവും കിട്ടുന്ന രീതിയിൽ മാത്രം വയ്ക്കുക. ഒരുപാട് മഴ കൊള്ളിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം കപ്പിലാണെങ്കിൽ നമുക്ക് ഓരോ തൈയായിട്ട് നമുക്ക് നടാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നടുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് പറിച്ച് നൽകാതെ ഈ ഒരു കപ്പോട് കൂടി തന്നെ നമുക്ക് നൽകാൻ കഴിയും. അപ്പോൾ അവർക്കിത് തിരിച്ച് മറിച്ചെടുത്താലൊരു വേരോ ഒന്നും പൊട്ടാതെ ഈ അറക്കാപ്പൊടിയോട് കൂടി തന്നെ ആ ചെടി പുറത്തേക്ക് വരും. അതേസമയം നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ ഒട്ടിയിരുന്ന് നമ്മൾ പറിക്കുമ്പോൾ വേര് പകുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് ഇതേപോലൊരു ബോക്സ് നമുക്കുണ്ടെങ്കിൽ ഒരു 40 ഒരു 30-40 വിത്തുകൾ നമുക്ക് ഇതിൽ നടാൻ കഴിയും. ഇത് ഒരു മൂലയിൽ ഇത് ബോക്സ് വയ്ക്കുക. അതിലേക്ക് നമ്മൾ അറക്കപ്പൊടി പൂർണ്ണമായി നിറയ്ക്കുക. പൂർണ്ണമായി നിറച്ചതിന് ശേഷം അതിൽ നമ്മൾ ഇപ്പോൾ പയറിൻ്റെ വിത്ത് മാത്രമാണെങ്കിൽ പയറിൻ്റെ വിത്ത് മാത്രം ഒരു 10-50 വിത്തുകളുണ്ടെങ്കിൽ ആ 50 വിത്തുകൾ ഇതിലേക്ക് ചുമ്മാ വിതറുക. അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും അറക്കപ്പൊടിയിട്ട് ഒന്ന് അമക്കി വച്ചു കൊടുക്കുക. ഇത്തരത്തിൽ ഉള്ള വിത്തുകൾ
പയറും വെണ്ടയൊക്കെ പെട്ടെന്ന് മുളയ്ക്കും. ഒരു 4-5 ദിവസങ്ങളിൽ നല്ല മുളച്ച് വരും. മുളച്ച് വരുമ്പോൾ നമുക്കത് കണക്കാക്കി മറ്റൊരു സ്ഥലത്ത് ചാക്കിലോ ഗ്രോ ബാഗിലോ നല്ല വളക്കൂറുള്ള മണ്ണിട്ട് അതിലേക്ക് മാറ്റി നടാവുന്നതാണ്.